മധുവിധു, ആദിയുടെയും മീരയുടെയും കഥ. നല്ല റൊമാൻറ്റിക്കായ ഈ കഥ നമുക്ക് കേട്ടാലോ? അതിരപ്പള്ളിയിലെയും വാൽപ്പാറയിലെയും കൊടും പാതകൾ പിന്നിട്ട് ആദ്യത്തിൻ്റെ കറുപ്പഴകുള്ള ഫോർഡ് എൻഡവർ SUV മൂന്നാറിലെ തണുത്തുറഞ്ഞ മലനിരകളിലേക്ക് കയറിക്കൊണ്ടിരുന്നപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. കല്യാണപ്പിറ്റേന്ന് തുടങ്ങിയ യാത്രയാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മടുപ്പിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും വിയർപ്പിൽ കുതിർന്ന കല്യാണ വസ്ത്രങ്ങളിൽ നിന്നും ഒടുവിൽ അവർ രണ്ടുപേർ മാത്രമായിരിക്കുന്നു. കാറിനുള്ളിൽ നേർത്ത വോളിയത്തിൽ പ്രണയഗാനം ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. പുറത്ത് കനത്ത മൂടൽമഞ്ഞ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെട്ടത്തിൽ പോലും വിഴുങ്ങാൻ പാകത്തിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്നു. ഹെയർപിൻ വളവുകൾ തിരിയുമ്പോൾ ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം മാത്രം പുറത്തുനിന്ന് കേൾക്കാം. ആദ്യ സ്റ്റിയറിങ്ങിൽ നിന്നും ഇടത് കൈ എടുത്ത് ഗിയർ നോബിന് മുകളിലൂടെ നീട്ടി മീരയുടെ മടിയിൽ വെച്ചിരിക്കുന്ന കൈപ്പത്തിയിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ വിരലുകൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. പട്ടുസാരിയുടെ വശ്യതയിൽ ഒഴിഞ്ഞിരുന്ന മീര പെട്ടെന്നൊരു ഞെട്ടലോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ വലിയ കണ്ണുകളിൽ ഒരു വശീകരണവും ഒപ്പം ചെറിയൊരു പരിഭ്രമവും നിഴലിച്ചിരുന്നു. എന്താ മീരക്കുട്ടി, കാറിൽ കയറിയത് മുതൽ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? കല്യാണം കഴിഞ്ഞതോടെ നിന്റെ ആ പഴയ വായിട്ടലക്കലൊക്കെ തീർന്നു? അതോ ഈ ഭർത്താവിനെ കണ്ട് പേടി തോന്നിയതാണോ? ആദ്യ കുസൃതിയോടെ അവളുടെ കൈപ്പത്തി സ്വന്തം ചുണ്ടുകളിലേക്ക് അടുപ്പിച്ച് മെല്ലെ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. മീര തന്റെ വിരലുകൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും പിൻവലിക്കാൻ നോക്കാതെ മുഖം അല്പം താഴ്ത്തി. പേടിയൊന്നുമല്ല, നല്ല തണുപ്പ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരുമിച്ച്? അവളുടെ ശബ്ദം തണുപ്പിൽ അലിഞ്ഞ് കൂടുതൽ നേർത്തതായി മാറി. പേടിയോ? ആരോട്? ഈ പാവം ആദിയോടോ? ഇടി പെണ്ണേ, പ്രേമിക്കുന്ന കാലത്ത് നട്ടപ്പാതിരായിക്ക് എന്നെ വീഡിയോ കോൾ വിളിച്ച് ഉറക്കം കളഞ്ഞവളല്ലേ നീ? അന്ന് കാണിക്കാത്ത എന്ത് നാളമാടി ഇപ്പോൾ? ആദി ഉറക്കെ ചിരിച്ചു. പോ മനുഷ്യ, അന്ന് നമ്മൾ ഫോണിൻ്റെ ഇരുവശത്തായിരുന്നു, ഇപ്പോൾ ദാ ഒരേ കാറിൽ തൊട്ടടുത്ത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളൊന്നായെന്ന്. മീരയുടെ കവിളുകൾ ചോരയൊട്ടും കൂടി ചുവന്നു തുടർത്തു. അവൾ പതിയെ ആദിയുടെ തോളിലേക്ക് തല ചായ്ച്ചു. അവളുടെ തലയിലെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വണ്ടിക്കുള്ളിൽ ആകെ പടർന്നു പിടിച്ചു. ആദ്യം അവളുടെ തോളിൽ കൈ ചേർത്ത് തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു പിടിച്ചു. അവൾ ലക്ഷ്യമിട്ടത് മിസ്റ്റി വാലി റിസോർട്ട് ഒരു വന്യമായ കാടിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പനയിൽ നിന്നും മൂന്നാറിലേക്കുള്ള മെയിൻ റോഡിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ പ്രൈവറ്റ് റിസോർട്ട്. റിസോർട്ടിൻ്റെ വരാന്തയിലേക്ക് വണ്ടി നിർത്തിയതും ജീവനക്കാർ ഓടി വന്ന് ബാഗുകൾ എടുത്തു. റിസപ്ഷനിൽ അവരെ സ്വീകരിച്ചത് ജീവൻ എന്ന മാനേജറായിരുന്നു. 35 വയസ്സ് തോന്നിക്കുന്ന വശ്യതയുള്ള കണ്ണുകളുള്ള ജീവൻ മീരയെ നോക്കിയ നോട്ടം ആദിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചുവന്ന പട്ടുസാരിയുടെ നേർത്ത മടക്കുകൾക്കിടയിലൂടെ പുറത്തു കാണുന്ന മീരയുടെ അണിവയറിലേക്കും അവളുടെ ശരീരവടുകളിലേക്കും ജീവൻ്റെ കണ്ണുകൾ നീണ്ടുപോകുന്നുണ്ടായിരുന്നു. വെൽക്കം സാർ, വെൽക്കം മാഡം. ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രത്യേകം കാടിൻ്റെ അതിർത്തിയിൽ ഒരുക്കിയ റോയൽ ഹണിമൂൺ കോട്ടേജ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ പ്രൈവസി ഉണ്ടായിരിക്കും. ആരും ശല്യം ചെയ്യില്ല. ജീവൻ ഒരു വിചിത്രമായ പുഞ്ചിരിയോടെ ചാവി കൈമാറി. താങ്ക്സ്. ബാഗുകൾ റൂമിലേക്ക് വെച്ചോളൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആദ്യം ജീവൻ്റെ നോട്ടം തടസ്സപ്പെടുത്തും വിധം മീരയുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ ചേർത്ത് പിടിച്ച് കോട്ടേജിലേക്ക് നടന്നു. പിന്നിൽ നിന്നും ജീവൻ തൻ്റെ ഫോണെടുത്ത് പതിഞ്ഞ സ്വരത്തിൽ ആരോട് പറഞ്ഞു. പുള്ളിയും കൊച്ചും റൂമിലേക്ക് കയറിയിട്ടുണ്ട്. കോട്ടേജിൻ്റെ വലിപ്പവും അവിടുത്തെ ഇൻറ്റീരിയറും മീരയെ അത്ഭുതപ്പെടുത്തി. വലിയ കിങ് സൈസ് കട്ടിലിൽ റോസാപ്പൂക്കൾ കൊണ്ട് ഹൃദയത്തിൻ്റെ ആകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മുറിയുടെ 4 കോണുകളിലും വശ്യമായ സുഗന്ധം പരത്തുന്ന കട്ടികൂടിയ മെഴുകുതിരികൾ കത്തുന്നുണ്ടായിരുന്നു. വശങ്ങളിലെ വലിയ ഫ്രഞ്ച് ഗ്ലാസുകളിലൂടെ നോക്കിയാൽ പുറത്തെ കാടും അതിനെ പുണർന്നു കിടക്കുന്ന മൂടൽ മഞ്ഞും കാണാം. ആദ്യം വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും വാതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് നേരെ വന്ന മീരയെ പുറയിലൂടെ കെട്ടിപ്പിടിച്ചു.
അവളുടെ പട്ടുസാരിയുടെ തുണിയിലൂടെ ആദിയുടെ കൈയുടെ ചൂട് മീരയുടെ അടിവീട്ടിലേക്ക് പടർന്നു. ആദി പ്ലീസ്, എനിക്ക് ഡ്രസ്സ് മാറണം. ഈ കനത്ത ആഭരണങ്ങളൊക്കെ കാരണം കഴുത്ത് വേദനിക്കും. മീര അവനിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും ആദി പിടിമുറുക്കി. ഞാൻ സഹായിക്കാം മീര. ആദി അവളുടെ കഴുത്തിന് പിൻഭാഗത്തിലേക്ക് മുഖമടുപ്പിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം വീണപ്പോൾ മീര അറിയാതെ കണ്ണുകളടച്ച് ശ്വാസമടക്കി നിന്നു. അവൻ അവളുടെ കഴുത്തിലെ താലിമാലയും മറ്റു ആഭരണങ്ങളും ഓരോന്നായി അഴിച്ചു മാറ്റി മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം അവളുടെ ബ്ലൗസിന് പുറകിലെ ഹുക്കുകൾ ഓരോന്നായി അവൻ്റെ വിരലുകൾ അഴിക്കാൻ തുടങ്ങി. വേണ്ട, ബാക്കി ഞാൻ ചെയ്തോളാം. മീര മുഖം ചുവന്ന് സാരി കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി. ആദ്യ ബെഡിലേക്ക് വീണുകൊണ്ട് ഉറക്കി ചിരിച്ചു. 10 മിനിറ്റുകൾക്ക് ശേഷം ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു പുറത്തേക്ക് വന്ന മീരയെ കണ്ടതും ആദിയുടെ ശ്വാസം നിലച്ചുപോയി. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഒരു കറുത്ത സുതാര്യമായ നൈലോൺ നൈറ്റ് ഗൗണായിരുന്നു മീര ധരിച്ചിരുന്നത്. അവളുടെ വെളുത്തു തുടുത്ത തുടകളും മാരണത്തിൻ്റെ വശ്യതയും ആ നേർത്ത വസ്ത്രത്തിനുള്ളിലൂടെ കൃത്യമായി കാണാമായിരുന്നു. നനഞ്ഞ മുടിയിഴകൾ തോളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. മാദകമായ ഒരു സ്ത്രീ സുഗന്ധം അവളിൽ നിന്നും പ്രസരിച്ചു. മീര, നീ എന്നെ ഇന്നിവിടെ ജീവനോടെ വിടില്ലേ? ആദ്യം അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ, കൊള്ളില്ലേ? മീര തമാശയോടെ അരയിൽ കൈകുത്തി നിന്നു. കൊള്ളില്ലെന്നോ? നീ ഒരു ആറ്റം ബോംബാണടി. ആദ്യം അവളൊരൊറ്റ വലിക്ക് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ആദി അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ ചുംബനത്തിന് തീവ്രമായ പ്രണയത്തിൻ്റെ രുചിയായിരുന്നു. മീര അവൻ്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ച് ആ ആവേശത്തിന് മറുപടി നൽകി. മീര, ആദി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് ചുംബനങ്ങളിൽ പാതയൊരുക്കി. ആദി, ലഹരിമൂത്ത ശബ്ദത്തിൽ അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആ മുറിയിൽ പിന്നെ കേട്ടത് അവരുടെ ശ്വാസത്തിൻ്റെ താളവും കാമനകളുടെ വന്യമായ ശബ്ദങ്ങളും മാത്രമായിരുന്നു. സമയം പുലർച്ചെ 3 മണി. മുറിയിലെ മെഴുകുതിരികളെല്ലാം അണഞ്ഞിരുന്നു. ആദിയുടെ നെഞ്ചിൽ മുഖം വെച്ച് അവൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമായി മീര ഉറങ്ങുകയാണ്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ടിക് ടിക് ടിക്. ജനാലച്ചില്ലിൽ ആരോ നഖം കൊണ്ട് പോറുന്നത് പോലെയുള്ള ശബ്ദം. മീര പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. പുറത്ത് കനത്ത ഇരുട്ടാണ്. മുടൽമഞ്ഞ് കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല. അവൾ ഭയത്തോടെ ആദിയെ നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. ആദി, ആദി എഴുന്നേക്കൂ. മീര അവനെ കുലുക്കി വിളിച്ചു. പക്ഷെ ആദി പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. അവൻ ഒട്ടും ചലിക്കുന്നില്ല. രാത്രി കുടിച്ച കാപ്പിയിൽ ആരെങ്കിലും മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടോ? മീരയുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു. പുറത്തു നിന്നുള്ള കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ ആദി ഒളികണ്ണോടെ ചിരിച്ചു. സത്യത്തിൽ അവന് ഉറക്കം നടിച്ചതായിരുന്നു. അവളുടെ പരിഭ്രമം മാറ്റി അവളെ വീണ്ടും പ്രണയത്തിൻ്റെ മാസ്മരിക വലയത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവൻ മെല്ലെ ജനാലയ്ക്കടുത്തേക്ക് നടന്നു. പുറത്തുനിന്ന് ആ നിഴൽ രൂപം ആദിയെ കണ്ടതും ഭയന്ന് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ആദി, നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാൻ എത്ര പേടിച്ചെന്നോ? മീര പിണക്കത്തോടെ മുഖം തിരിച്ചു കട്ടിലിൻ്റെ ഒരു കോണിലേക്ക് ഒതുങ്ങിയിരുന്നു. അവളുടെ ചുണ്ടുകൾ ദേഷ്യം കൊണ്ടും തണുപ്പ് കൊണ്ടും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും മിണ്ടാതെ കട്ടിലിലേക്ക് കയറി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. പിണങ്ങല്ലേ എൻ്റെ മീരക്കുട്ടി, നിന്റെ ഈ പേടി കാണാൻ എന്ത് ഭംഗിയാണെന്നോ? ആദി പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതോരത്ത് പതിയെ പറഞ്ഞു. അവൻ്റെ ചൂടുള്ള ശ്വാസം വീണപ്പോൾ മീര അറിയാതെ കണ്ണുകളടച്ചു. അവൻ അവളുടെ നഗ്നമായ തോളുകളിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. പതുക്കിയ ആ ചുംബനങ്ങൾ അവളുടെ കഴുത്തിൻ്റെ വശങ്ങളിലൂടെ മുകളിലേക്ക് നീങ്ങി. മീരയുടെ ശരീരം ആ സ്പർശനത്തിൽ വീണ്ടും തരിച്ചുപോയി. അവൾ തൻ്റെ പിണക്കമെല്ലാം മറന്ന് ആദിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആദി അവളെ കട്ടിലേക്ക് സാവകാശം കിടത്തി. അവരുടെ ശ്വാസവും ശരീരവും ഒരൊറ്റ താളത്തിൽ ചലിക്കാൻ തുടങ്ങി.
മുറിയിലെ തണുപ്പ് പൂർണ്ണമായും ഇല്ലാതായി. പകരം അവിടെ കാമനകളുടെയും തീവ്ര പ്രണയത്തിൻ്റെയും പുതിയൊരു മധുവിധു രാത്രി ജനിക്കുകയായിരുന്നു. താങ്ക്സ് ഫോർ ഹിയറിംഗ് ദി സ്റ്റോറി. ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.